പെഞ്ഞായിരെ മഹത്വ പെഞ്ഞായിഗ് അടിക്കರೆ മാപ്പിള ചങ്ങായിമാരെ ഇതായിത്തിക്കറ് ഇണ്ടത്തെ വിഷയ ചങ്ങായിമാരെ ചൊമ്മ ആൽമാർ പെഞ്ഞായിഗ് അടിക്കറങ്ങ ഉള്ളാറ് അപ്പോൾ ಅಂಕಾಯ್ತಿಕ್ಕರು ಇಂಡത്തെ വീഡിയോ അതേപോലെ പെഞ്ഞായിരെ മഹത്വ ಎಂದರೆ അതും നിങ്ങൾ അറിയണം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മാംഗ്ലൂർ വോയിസ് കന്നഡ യൂട്യൂബ് ചാനൽ. ചങ്ങായിമാരെ ಇಂದು ചൊമ്മ തലാക്കാവൂരെ ഒന്നാമത്തെ കാരണ ಎಂದ್ರೆ ചൊന്നെങ്കിൽ ചിത്രഹിംസೆ ആയിത്തിಕ್ಕರು. പെഞ്ഞായിഗ് അടിക്കരെ പറയരെ മാനസികമായിട്ട് ടെൻഷൻ കൊടുക്കുറെ സമാധാനത്തെ ഒരു പലക പോലും മുണ്ടില്ല മാപ്പിളರ ಬಾಯಿൽ ಬಂಡಿಲ್ಲ. എന്തായിത്തിക്കു ಇದರ ಕಾರಣ? പെഞ്ഞായി ചൊല്ലത് നിന്റെ സ്വർത്രෝളല്ല. നിക്ക് മനസ്സായപ്പ അടിക്കകും പറയകും അവಳು നിന്റെ ಗುಲಾಮತಿ ಆಯ್ತು. നിന്റെ ಔತುಗೆ ಬಂದ പെണ്ണും ಅಲ್ಲ. നിന്റെ ഔത്തരെ സ്വറയെല്ല ആക്കുന്നു, പിറകു നിന്റെ അടിയും പറച്ചലും തിന്നുന്നു. ഇത് എന്ത് ന്യായ? നിങ്ങമേ ഒന്ന് ആലോചನೆ ಹಾಕೋರು. ചെറിയ ചെറിയ വിഷയത്തെക്കും ಗಲಾಟೆ ಹಾಕ್ರೆ, ഒന്ന് സമാധാനത്തിൽ മുണ്ടിത്ത് തീർരനിക്കത്തെ വിഷയത്തെ ബൽച്ചിത്ത് ബലിയാക്രെ. ഇങ്ങനെയെಲ್ಲ ಹಾಕೋತೀರಾ? ಅವಳಿಗೂ ಇಸ್ಲಾಂ നല്ല ഒരു സ്ഥാನ കൊടുത്തರು. പെഞ്ഞായിರ ಬಗ್ಗೆ നിങ്ങൾ സമ പഠിക്കുന്നു. പെഞ്ഞായി ചൊന്നെങ്ക് പെത്ത് ബൽത്തിയ ഉമ്മ പിർസത്തെ അവളുടെ ബാപ്പ നിങ്ങളെ ಬಗ್ಗೆ നല്ലത് ചൊല്ലത് കേട്ടിട്ട് അങ്ങനെ പലക്ക് വിശ്വാಸ വെച്ച് നിങ്ങളെ മാത്ര കണ്ണു മുച്ചിത്ത് ನಂಬಿത്ത് നിങ്ങളെ ഒട്ടിಗೆ ബന്നോലായിത്തിക്കറ് പെഞ്ഞായി. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അത് എന്തും ആവട്ടെ, രോഗ അല്ലെങ്കിൽ ടെൻഷന്, നിങ്ങൾക്ക് ഇങ്ങനത്തേത് വരുമ്പോൾ നിങ്ങളെ സമാധാന ആക്കുകൂ. നിങ്ങളെ ഒട്ടിಗೆ നിങ്ങളെ ഉമ്മ ഉണ്ടു, ബാപ്പ ഉണ്ടു, പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, നിങ്ങളെ കുടുംബമേ നിങ്ങളെ ചുറ്റിലും നിൽക്കിടാറ്. ആയെങ്ക അവൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അവളുടെ സമാധാന ആക്കുകൂ നിങ്ങൾ അല്ലാണ്ട് ಬೇರೆ ആരും ഉള്ളാറും. ആലോചನೆ ആക്കുറു ചങ്ങായിമാരെ. നിങ്ങളെ ഔത്തരെ മൂലൽ എല്ലാര ബായിരെ പറച്ചൽ കേട്ട് ഒരു മൂലൽ ഒതുങ്ങി സ്വര ആക്കി ಹೋಯ್ಕರೆ ആ പാവത്തെ പെഞ്ഞായിക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാന ಎಂದರೆ ಗೊತ್ತುಂಡ? പഠിക്കുന്നു. നിങ്ങൾ കാത് കൊടുത്തു നായിപ്പ ചൊല്ലിದ್ರೆ സമ കേൾക്കൂರು. ഒരു മാപ്പിള അവൻ്റെ പെഞ്ഞായിരെ കൈ പിടിച്ചെങ്ക് ആ പിടിച്ച കൈരെ ബെരളുടെ എടര ഉൾക അള്ളാഹു അങ്ങനെ ദോഷത്തെ പുറത്തു കൊടുക്കുക. ആ പെഞ്ഞായി നിൻ്റെ എന്തെങ്കിലും ഒന്ന് ചൊല്ല വരുമ്പോൾ നീ തുടിച്ചിട്ട് ഓಡ್ರೆ അല്ലേ? എന്തുക്ക് നീ ഒന്ന് അർത്ഥ ആക്കണം. ഒരു 10 മിനിറ്റ് അവಳು ചൊല്ലിದ್ರೆ ഒന്ന് പിർസത്തിൽ കാത് കൊടുത്തെങ്കിൽ നിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും. അവಳು ചൊല്ലകുള്ള വിഷയ നിൻ്റെലല്ലാന്ത് പിന്നെ ആരെല്ലാം ചൊല്ലണം? രായത്തങ്ങളൊട്ട് ചൊല്ലണ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തരട്ട പിർസ ആക്കിയിട്ട് അവൻ്റെ ചൊല്ലണ? നിൻ്റെലല്ലാന്ത് പിന്നെ ആരെല്ലാം അവಳು ചൊല്ലണം? അവಳು പിർസത്തിൽ ഒരു വിഷയ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കേൾക്കോ മനസ്സിലെങ്കും അവളുടെ മനസ്സ് നൊമ്പല ആവാന്തിക്കുകയെങ്കും ഒരു 10 മിനിറ്റ് തെച്ച് കാത് കൊടുക്കറും. നീನು മഹർ കൊടുത്തു നിക്കാഹ് കഴിച്ച പെണ്ണരെ നീനെ അർത്ഥ ആക്കില്ലെങ്കിൽ പിന്നെ അവളുടെ ಬೇರೆ ആറ് അർത്ഥ ആക്കിടാറ്. ഇസ്ലാം പഠിപ്പാട്ട് ಎಂದರೆ ಗೊತ್ತುಂಡ? നിങ്ങളേൽ നല്ലോന് ആറ് ചൊന്നെങ്ക് മങ്ങില ആയ പെണ്ണരെ ബഹുമാനിക്കറോನು. ചങ്ങായിമാരെ, അള്ളാഹു നിങ്ങൾക്ക് തന്നെ അമാനത്തായിത്തിക്കറ് പെഞ്ഞായി ചൊല്ലത്. നാളെ പരലോകത്തിൽ ഓരോ മാപ്പിളമാരേലും പെഞ്ഞായിര ಬಗ್ಗೆ ವಿಚಾರಣೆ ಉಂಟು. ನಾಳೆ ಮಹಶರೇಲು ನಿಂದೆ ಬಗ್ಗೆ ಮಾತ್ರ ಅಲ್ಲ ಪ್ರಶ್ನವಿല്ലേ, ನಿಂದೆ പെഞ്ഞായിര വിഷയത്തിലും നിന്റെ പ്രശ്ന കേൾക്കറ്. ഒരു മാപ്പിളക്ക് അവൻ്റെ പെഞ്ഞായിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് വലിയ ഒരു ഗിഫ്റ്റ് ಎಂದರೆ ಗೊತ್ತುಂಡ? നിങ്ങൾ കൊടുക്കുമ്പോൾ അവൾക്ക് ചൊമ്മ ഇഷ്ട അവരുടെ ഗിഫ്റ്റ് ಎಂದರೆ ಗೊತ್ತುಂಡ? അത് നിങ്ങളെ പെഞ്ഞായി നിങ്ങളെ ചൊല്ലി ചെറിയ ചെറിയ അവളുടെ ആസരെ പൂർത്തിയാക്കി കൊടുക്കുന്നതായിത്തിക്കറ്. പിന്നെ ഒന്ന് നിങ്ങൾ അർത്ഥാക്കുന്നു. പിന്നെ നിങ്ങളല്ലാണ്ട് പിന്നെ ಬೇರೆ ആരെല്ലാം അവളുടെ ആഗ്രഹത്തെ ആസരെ ചൊല്ലണു. ചൊമ്മ ആൽമാറ് ഉള്ളാറ്. കറിക്ക് ഒരു തെല്ല് ഉപ്പ് കൊരടിയായെങ്കിൽ കരടെ ബൽച്ചിത്ത് അവളുടെ എതിർലെ എരടെ ചായക്ക് പന്താര കൊരടിയായ പേരിൽ ബൽച്ച് തൂയിരെ. ഇങ്ങനെയുള്ള ആക്കുമ്പോൾ ആ മനസ്സ് എത്ര നൊമ്പല അനുഭവിക്കറിച്ചെಂತು നിങ്ങൾക്ക് ಗೊತ್ತುಂಡ? അടിച്ച അടി മാഞ്ഞിപ്പോവും, ചൊന്നെ പലക്ക മറക്കോ സാധ്യ ಇಲ್ಲ. ഈ ഒരു വിഷയ നിങ്ങൾ എപ്പം ನೆನಪಿൽ വയ്ക്കണം. പിന്നെ തെല്ല് മാപ്പിളമാർ കല്ല് കുടിച്ച് ಬಂತು ಅವತ್ತು ಗಲಾಟೆ ಹಾಕಿರಂಗ ಉಳ್ಳಾರು. ഇപ്പം നിങ്ങൾ വിചാരിക്കുവാറ് മുസ്ലിം ആയങ്ങ കല്ല് കുടിക്കുവാറാ? നിങ്ങൾക്ക് എത്ര ಬೇನೋ കല്ല് കുടിക്കുന്ന മുസ്ലിം ബാലക്കാരൻ ആ കാട്ടെ. നന്റെ കുടുംബത്തിൽ നടന്ന വിഷയ നാ ഇപ്പം ചൊന്നൂല്ലേ. കല്ല് കുടിച്ച് ಬಂತು പെഞ്ഞായിക്ക് അടിക്കരെ. ഇത് നന്റെ കുടുംബത്തിൽ നടന്ന വിഷയ നാ ചൊന്നൂല്ലേ. കാഫിരിങ്ങളെ പോലെ ഒരു മുസ്ലിം ആയങ്ങ കല്ല് കുടിക്കരെ ചൊല്ലുമ്പോൾ അള്ളാഹു ഒരു തെല്ല് പേടി ഇല്ലല്ലേ നിങ്ങൾക്ക്? അള്ളാഹു അയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. മാഷാ അള്ളാ, പെഞ്ഞായിര് ചന്തത്തിൽ നോക്കി എത്രമാ മാപ്പിളമാരും ഉള്ളാറ്. ನಾನು ഇപ്പം ആ സൈഡിക്ക് പോണ്ടില്ല. ഇപ്പമേ വീഡിയോ ചൊമ്മ ബലിയായിട്ടും. അപ്പോൾ ഈ വിഷയത്തെ ഇവിടെ നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് ഇട്ട് വീഡിയോ എല്ലാവർക്കും ഒന്ന് കടത്തി വിടൂ.